ശ്രീ സായി സച്ചരിതം അധ്യായം 22 സർ പഗഡിയിൽ നിന്ന് വീണ്ടെടുക്കൽ. 1 ബാലാ സാഹിബ് മിർക്കർ, 2 ബാബു സാഹിബ് ബൂട്ടി, 3 അമിർ ഷാക്കർ, 4 ഹേമന്ത് പന്ത്, 5 സർപ്പങ്ങളെ കൊല്ലുന്നതിൽ ബാബയുടെ അഭിപ്രായം. ബാബയെ എങ്ങനെ സമാധാനപ്പെടുത്താം? ആർക്ക് ബാബയുടെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. വേദങ്ങൾക്കും 1000 തലയോടുകൂടിയ ശേഷസായിക്കുകൂടി ദൈവത്തെ വിവരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഭക്തന്മാർക്ക് ദൈവത്തിൻ്റെ രൂപം കാണുവാനും അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ മാത്രമാണ് ശരണാഗതി. അവർക്ക് അവരുടെ ജീവിത ലക്ഷ്യം പ്രാപിക്കാൻ ശരണാഗതിയും ഭക്തിയോടുകൂടിയ പ്രാർത്ഥനയും ഒഴികെ വേറൊരു വഴിയും അറിയില്ല. പൗർണമി കഴിഞ്ഞ് 15-ാം ദിവസം മുതൽ എല്ലാ ദിവസവും ചന്ദ്രൻ്റെ വെളിച്ചം ചുരുങ്ങി വന്ന് അമാവാസി ദിവസം ചന്ദ്രനെ കാണാതാവുന്നു. ഹിന്ദുമത ശാസ്ത്രപ്രകാരം 1000 തലയോടുകൂടിയ ശേഷസായി സർപ്പത്തിൻ്റെ തലയിലാണ് ഭൂമി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ജനങ്ങൾ പൗർണമി പക്ഷം തുടങ്ങുമ്പോൾ ചന്ദ്രനെ കാണാൻ ആശിക്കുന്നു. ആദ്യത്തെ ദിവസം ചന്ദ്രനെ കാണുന്നില്ല. 2ാമത്തെ ദിവസം ചന്ദ്രകലയായി കാണുന്നു. പിന്നീട് ആളുകളോട് ചന്ദ്രനെ 2 മരക്കൊമ്പുകൾക്കിടയിൽ കൂടി നോക്കുവാൻ പറയുന്നു. കുറെ കഴിയുമ്പോൾ ചന്ദ്രകലയിലെ ആയിരിക്കുന്ന ചന്ദ്രനെ കാണുന്നു. ഈ സംഭവത്തെ തുടർന്ന് ബാബയുടെ രൂപത്തെ നോക്കാം. ബാബയെ നോക്കാം. ബാബയുടെ രൂപത്തെ നോക്കുക. എന്തൊരു സൗന്ദര്യമുള്ള കാഴ്ച! അദ്ദേഹം വലതുകാൽ മടക്കി ഇടതു കാൽ മുട്ടിന്മേൽ നെടുകെ വെച്ചിരിക്കുന്നു. കൈവിരലുകൾ നിവർത്തി വലതു കാലിൻ്റെ കട്ടവിരലിന്മേൽ തൻ്റെ തള്ളവിരലും സൂചിക വിരലും വിടർത്തിയിട്ടിട്ടുണ്ട്. ഈ കാഴ്ചയിൽ ബാബ ഇപ്രകാരം പറയുന്നത് പോലെ തോന്നുന്നു: നിങ്ങൾക്ക് എൻ്റെ യഥാർത്ഥ സ്വരൂപം കാണണമെങ്കിൽ ഞാൻ എന്ന അഹംഭാവം നീക്കി സൗമ്യമായ എൻ്റെ തള്ളവിരലിൻ്റെ സൂചിക വിരലിൻ്റെയും നടുവിൽ നോക്കി എന്നെ പ്രാർത്ഥിച്ചാൽ എൻ്റെ പ്രകാശം കാണുവാൻ സാധിക്കും. ഇനി ബാബയുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ബാബയുടെ വാസം കാരണം ഷിർഡി ഒരു തീർത്ഥാടന കേന്ദ്രമായി തീർന്നു. പല സ്ഥലങ്ങളിലും നിന്നും എളിയവരും പണക്കാരും കൂട്ടം കൂട്ടമായി വന്ന് പലവിധത്തിൽ നന്മകളുടെ സായുജ്യം അടയുന്നു. അത്ഭുത സർവവ്യാപിയായ ബാബയുടെ അളവറ്റ സ്നേഹവും അറിവും വർണ്ണിക്കാൻ ആർക്ക് സാധിക്കും? ഏതൊരാൾ അത് അനുഭവിക്കുന്നുവോ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ചില സമയങ്ങളിൽ ബാബ ദീർഘനേരത്തേക്ക് നിശബ്ദനായിരിക്കും. അത് ഒരു വിധത്തിൽ ബ്രഹ്മോപദേശമായും മറ്റു ചില സമയങ്ങൾ ശുദ്ധ ജ്ഞാനിയായി കാണപ്പെടുന്നു. അവതാര പുരുഷൻ ബാബയെ ചുറ്റി ഭക്തന്മാരും ബാബ ദൃഷ്ടാന്തങ്ങളിൽ സംസാരിച്ച് ചില സമയങ്ങളിൽ തമാശയുടെ ഭാവത്തിലും സംസാരിച്ചിരുന്നു. ചില സമയങ്ങൾ സൗമ്യമായിരുന്നു. ചില സമയത്ത് ദേഷ്യത്തിലായിരിക്കുന്നത് പോലെ തോന്നും. ബാബ വളരെ നേരം വാദിച്ചിരുന്നു. പല സമയങ്ങളിലും നേരിട്ട് തന്നെ പറയും. ഇപ്രകാരം ബാബ പലർക്കും പല ആജ്ഞകൾ കൊടുത്തിരുന്നു. അതുകാരണം ബാബയുടെ ജീവിതം തെളിവില്ലാത്തതും നമ്മുടെ ബുദ്ധിക്ക് ഉപകാരിയുമായിരുന്നു. ബാബയുടെ മുഖം കാണുവാനുള്ള ആഗ്രഹം, സംസാരിക്കാനുള്ള കൊതി, ലീലകൾ കേൾക്കുവാനുള്ള ഇഷ്ടം ഇവകൾക്ക് അതിരില്ലായിരുന്നു. എന്നാലും നമ്മളിൽ സന്തോഷം തുളുമ്പി നിന്നിരുന്നു. നമുക്ക് മഴയെ അളക്കുവാൻ സാധിക്കും, പക്ഷെ ആർക്ക് ബാബയുടെ ലീലകളെ അളക്കുവാൻ സാധിക്കും? നമുക്കിപ്പോൾ ഒരു സംഗതി വിവരിക്കാം. അതായത് ബാബ എങ്ങനെ തൻ്റെ ഭക്തന്മാരുടെ വർത്തമാനങ്ങളെ മുമ്പ് തന്നെ ഗ്രഹിച്ചിരുന്നു, എന്നിട്ട് അവരോട് മുൻകൂട്ടി സൂചിപ്പിച്ചിരുന്നു. ബാലാ സാഹിബ് മിർക്കർ. ബാലാ സാഹിബ് മിർക്കർ സർദാർ കാക്കാ സാഹിബ് മിർക്കറിൻ്റെ മകനാണ്. അദ്ദേഹം സിത്താലയ്ക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. പോകുന്ന വഴിക്ക് ഷിർഡിയിൽ ബാബയെ കാണാൻ ചെന്നു. മസ്ജിദിൽ ചെന്ന് ബാബയെ നമസ്കരിച്ച് സാധാരണയുള്ള ദേഹസ്ഥിതി മുതലായ കുശല പ്രശ്നങ്ങൾ നടത്തി. അപ്പോൾ ബാബ ഒരു മുന്നറിയിപ്പ് കൊടുത്തു: നിനക്ക് ദ്വാരകാമായിയെ അറിയുമോ? ബാലാ സാഹിബ് അതെന്താണെന്ന് അറിയാത്തതിനാൽ നിശബ്ദനായിരുന്നു. ബാബ വീണ്ടും ചോദിച്ചു: ഇത് നമ്മുടെ ദ്വാരകാമായിയാണ്. അവിടെയാണ് നീ ഇരിക്കുന്നത്. കുട്ടികൾ അവളുടെ മടിയിലിരുന്നാൽ അവർക്ക് ഭയമില്ലാതാവുന്നു. ഈ മസ്ജിദ് മായി വളരെ കരുണാമയിയാണ്. അവർ സാധാരണ ഭക്തന്മാരുടെ കരുണയുള്ള അമ്മയാണ്. അപകടങ്ങളിൽ നിന്ന് അവർ രക്ഷിക്കും. ഒരിക്കൽ ആരെങ്കിലും അവളുടെ മടിയിലിരുന്നാൽ അവരുടെ നിഴലിൽ ഇരിക്കുന്നവർക്ക് ആശീർവാദം ലഭിക്കും. ബാബ അദ്ദേഹത്തിൻ്റെ കയ്യിലും നെറ്റിയിലും വിഭൂതി ഇട്ടുകൊടുത്തു.
ബാലാ സാഹിബ് പുറപ്പെടാൻ തുടങ്ങുന്ന സമയത്ത് ബാബ വീണ്ടും പറഞ്ഞു, നിനക്ക് ആ വലിയ ബാബയെ അറിയാമോ? എന്നിട്ട് തൻ്റെ ഇടത് കൈ കൊണ്ട് അതിനെ വലത് കൈമുട്ടിൻ്റെ അടിയിലേക്ക് നീക്കി ഇടത് കൈ ഒരു സർപ്പത്തിൻ്റെ ബണം പോലെ വെച്ചുകൊണ്ട് പറഞ്ഞു, അവൻ വളരെ ഭയങ്കരനാണ്. പക്ഷേ ദ്വാരകാമായിലെ കുട്ടികളെ അവൻ എന്തു ചെയ്യാൻ കഴിയും? അവിടെ കൂടിയിരുന്ന എല്ലാവരും ജിജ്ഞാസയോടെ ആണ് എന്താണ് മിർക്കരോട് പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് അറിയുവാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ആർക്കും ബാബയോട് ചോദിക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. ബാബാ സാഹിബ് പിന്നെ ബാബയെ വന്ദിച്ച ശേഷം ശ്യാമ ഉടൻ മസ്ജിദ് വിട്ടു. ബാബ ശ്യാമാവിനെ തിരികെ വിളിച്ചു ബാലാ സാഹിബിൻ്റെ കൂടെ ചെന്ന് ചിത്തലെ യാത്ര ചെയ്യാനായി പറഞ്ഞു. ശ്യാമ ബാബാ സാഹിബിനോട് ബാബയുടെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞു. ബാബാ സാഹിബ് അതിന് മറുപടിയായി പോരണ്ടെന്നും അത് വളരെ അസൗകര്യമായിരിക്കുമെന്നും പറഞ്ഞു. ശ്യാമ ബാബയുടെ അടുക്കൽ തിരിച്ചു വന്ന് ബാലാ സാഹിബ് പറഞ്ഞതിനെ അറിയിച്ചു. ബാബ പറഞ്ഞു, ശരി, പോകേണ്ട, നമ്മൾ നല്ലവണ്ണം അറിഞ്ഞ് അതുപോലെ ചെയ്യണം. എന്ത് നടക്കാൻ വിധിച്ചിട്ടുണ്ടോ അത് നടക്കും. ഇതിനിടയിൽ ബാലാ സാഹിബ് തിരികെ ഒരു പ്രാവശ്യം ആലോചിച്ചു. ശ്യാമയെ തൻ്റെ കൂടെ ചെല്ലുവാൻ അപേക്ഷിച്ചു. ശ്യാമ തിരികെ ബാബാ സാഹിബിനോട് ചെന്ന് പറഞ്ഞു. ബാബാ സാഹിബിനോട് കൂടി യാത്ര പുറപ്പെട്ടു. രാത്രി 9 മണിക്ക് അവർ ചിത്തലയെത്തി. മാരുതി മന്ദിരത്തിൽ താമസം ഉറപ്പിച്ചു. ഓഫീസിൽ ജനങ്ങൾ വന്നിരുന്നില്ല. അതുകൊണ്ട് അമ്പലത്തിൽ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ബാലാ സാഹിബ് ഒരു പായിൽ ഇരുന്ന് വർത്തമാന പത്രം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അംഗവസ്ത്രം മുകളിൽ നിന്ന് അരയിൽ ചുറ്റിയിരുന്നു. അതിലൊരു പാമ്പ് ഇരിക്കുന്നത് അറിഞ്ഞിരുന്നില്ല. അത് ശബ്ദമുണ്ടാക്കി അനങ്ങുന്നത് ഒരു സേവകൻ കണ്ടു. അവനൊരു റാന്തൽ വിളക്ക് കൊണ്ടുവന്ന് നോക്കിയപ്പോൾ ഒരു സർപ്പത്തെ കാണുകയും പാമ്പ് പാമ്പ് എന്ന് നിലവിളിക്കുകയും ചെയ്തു. ബാലാ സാഹിബ് ഭയന്ന് പറിക്കുവാൻ തുടങ്ങി. ശ്യാമാവും ആശ്ചര്യഭരിതനായി നോക്കി നിന്നു. പിന്നീട് അവരെല്ലാം അവിടെ നിന്ന് പതുക്കെ മാറി കൈകൾ വടിയുമായി നിന്നു. സർപ്പം പതുക്കെ അരയിലേക്ക് ഇറങ്ങി ബാലാ സാഹിബിൽ നിന്ന് ദൂരെ ചെന്നു. അവർ അതിനെ അടിച്ചു കൊന്നു. ഈ ആപത്ത് ബാബ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. മറയുകയും ബാലാ സാഹിബിൻ്റെ അതിയായ ബഹുമാനത്തോടു കൂടിയ ഭക്തി ഉറപ്പാക്കുകയും ചെയ്തു. ബാബു സാഹിബ് പൂട്ടി ഒരു വലിയ ജ്യോതി ശാസ്ത്രജ്ഞൻ നാനാ സാഹിബ് ഡോങ്ക്ലെ ബാബു സാഹിബ് കൂട്ടിയോട് ഷിർദിയിലുള്ളപ്പോൾ പറഞ്ഞു, ഇന്നൊരു ചീത്ത ദിവസമാണ്, നിങ്ങളുടെ ജീവന് ആപത്ത് സംഭവിക്കും. ഇത് കേട്ട ബാബാ സാഹിബ് സ്വപ്നനായി. അവരെല്ലാം മസ്ജിദിലേക്ക് പോകുമ്പോൾ ബാബ ബാബുവിനോട് പറഞ്ഞു, എന്താണ് നാന പറഞ്ഞത്? അദ്ദേഹം നിങ്ങളുടെ മരണത്തെ മുന്നറിയിക്കുകയായിരുന്നു. നിങ്ങൾക്ക് പേടിയില്ലേ? അവനോട് പറയുക, നമുക്ക് നോക്കാം എങ്ങനെ മരണം വരുന്നുവെന്ന്. പിന്നീട് ബാബു സാഹിബ് തൻ്റെ മുറിയിൽ വിസർജിക്കാനായി ചെന്നു. അദ്ദേഹം അവിടെ ഒരു സർപ്പത്തിനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ ജോലിക്കാരൻ ഒരു കല്ലെടുത്ത് അതിനെ എറിയാനായി ശ്രമിച്ചു. ബാബു സാഹിബ് ഒരു വലിയ വടി കൊണ്ടുവരാനായി പറഞ്ഞു. പക്ഷേ അവൻ വടി കൊണ്ടുവരുന്നതിന് മുമ്പ് ആ സർപ്പം ഇഴഞ്ഞ് ദൂരെ പോവുകയും ഒടുവിൽ കാണാതാവുകയും ചെയ്തു. ബാബാ സാഹിബ് ബാബ പറഞ്ഞ ഭയമില്ലായ്മയെ ഓർത്തു. അമീർ ഷാക്കർ കോപ്പർഗ്രാവ് താലൂക്കിലെ ഗോർഹാലെ ഗ്രാമവാസിയായിരുന്ന അമീർ ഷാക്കർ. അവൻ പറയ ജാതിയിൽപ്പെട്ടവനായിരുന്നു. അവൻ ഒരു വ്യാപാരത്തിൽ പണം മേടിക്കുന്ന കൂലിക്കാരനായി ജോലിയെടുത്തിരുന്നു. അവിടെയുള്ളവർക്കെല്ലാം അവനെ അറിയാമായിരുന്നു. ഒരിക്കൽ വാദത്തിൻ്റെ ഉപദ്രവത്താൽ പ്രയാസപ്പെട്ടുകൊണ്ടിരുന്നു. അതവന് വലിയൊരു വേദനയായിരുന്നു. അവൻ ദൈവത്തെ, അള്ളാഹുവിനെ ഓർത്തു. ജോലി വിട്ട് കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെടുത്താനായി ബാബയോട് പ്രാർത്ഥിച്ചു. ബാബ അവനെ ചാവടിയിൽ താമസിപ്പിച്ചു. രോഗികൾ താമസിക്കുന്ന ആ സത്രം ഇപ്പോൾ വളരെ ഈറനും അധിവാസിത സ്ഥലവുമായിരുന്നു. ഏതെങ്കിലും ഗ്രാമമോ അല്ലെങ്കിൽ കോർഹലയിൽ തന്നെയോ അമീർക്ക് സൗകര്യമായിരിക്കും. പക്ഷേ ബാബയുടെ വാർത്ത ഒരു മുഖ്യ ആജ്ഞയോട് കൂടിയതുമായിരുന്നു. ബാബ അവനെ മസ്ജിദിലേക്ക് വരാൻ അനുവദിച്ചില്ല. പക്ഷേ ചാവടിയിൽ തന്നെ താമസിപ്പിച്ചു. ഒരു ദിവസം രാവിലെയും വൈകുന്നേരവും ഒരു ജാഥയിൽ ബാബ അവിടെ ചെന്ന് കുറേ നേരം ഉറങ്ങിയിരുന്നു. അതിനാൽ അമീർക്ക് ബാബയുടെ കൂട്ട് പലപ്പോഴും കിട്ടിയിരുന്നു. അമീർ അവിടെ 9 മാസം താമസിച്ചു. അതിൽ പിന്നെ ആ സ്ഥലം വെറുപ്പായി തീർന്നു. അതിനാൽ അവൻ ഒരു രാത്രിയിൽ ആ സ്ഥലം വിട്ട് കോപ്പർകാവിലേക്ക് ചെന്ന് അവിടെ ഒരു ധർമ്മസ്ഥലത്ത് താമസിച്ചു.
അവിടെ മരണശൈലിയിൽ കിടക്കുന്ന പ്രായമായ ഒരു ഫക്കീറിനെ കണ്ടു. അദ്ദേഹം അമീറിനോട് വെള്ളം ചോദിച്ചു. അമീർ വെള്ളം കൊണ്ടുവന്നു അദ്ദേഹത്തിന് കൊടുത്തു. അത് കഴിച്ചയുടൻ അദ്ദേഹം മരിച്ചു. അപ്പോൾ അമീർ അമ്പരന്ന നിലയിലായി. ഈ വർത്തമാനം അധികാരികളോട് പറഞ്ഞാൽ അദ്ദേഹത്തെ മരണത്തിനുള്ള കാരണബോധനാക്കും. എന്തെന്നാൽ അയാളാണ് ആദ്യമായി ഈ വർത്തമാനം അറിയിച്ചതും. അതിനാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും അറിയാമെന്നും വരും. അദ്ദേഹം ഷിർദി ബാബയുടെ സമ്മതമില്ലാതെ വിട്ടതിൽ പശ്ചാത്തപിച്ചു ബാബയെ പ്രാർത്ഥിച്ചു. അതിനാൽ തിരിച്ച് ഷിർദിക്ക് പോകുവാൻ തീരുമാനിച്ചു. രാത്രി തന്നെ പുറപ്പെട്ടു. ബാബയെ ഓർത്തും ബാബയുടെ നാമം ഉരുവിട്ടും കൊണ്ട് ഷിർദിയിൽ പുലർച്ചയ്ക്ക് മുമ്പ് അദ്ദേഹം എത്തിച്ചേർന്നു. അതിൽ പിന്നെ തൻ്റെ ചിന്തകളിൽ നിന്നും തീരെ സ്വതന്ത്രമായി. പിന്നീട് അദ്ദേഹം ചാവടിയിൽ ബാബയുടെ ആഗ്രഹപ്രകാരവും ആജ്ഞപ്രകാരവും താമസം ഉറപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ അസുഖം മാറുകയും ചെയ്തു. ഒരു അർദ്ധരാത്രി ബാബ നിലവിളിച്ചു, "ഓ അബ്ദുൾ, ഏതോ ഒരു ചെകുത്താൻ എൻ്റെ കിടക്കയുടെ ഒരു ഭാഗത്തടിക്കുന്നു." അബ്ദുൾ ഒരു വിളക്കുമായി വന്ന് പരിശോധിച്ചു. പക്ഷേ ഒന്നും കണ്ടില്ല. നല്ലതുപോലെ എല്ലാ സ്ഥലങ്ങളിലും പരിശോധിക്കാനായി ബാബ പറഞ്ഞു. എന്നിട്ട് തൻ്റെ ചെറിയ വടി കൊണ്ട് നിലത്തടിക്കാൻ തുടങ്ങി. ബാബയുടെ ഈ ലീലകൾ കണ്ട് അമീർ വല്ല സർപ്പവും ഉണ്ടാവുമെന്ന് ബാബ വിചാരിച്ചിരിക്കും എന്ന് കരുതി. അമീറിന് ബാബയോടുള്ള അടുപ്പം കാരണം ബാബയുടെ വാർത്തകളും കാര്യങ്ങളും എളുപ്പം അറിഞ്ഞിരുന്നു. ബാബ പിന്നെ അമീറിൻ്റെ തലയണിക്കടുത്ത് എന്തോ നീങ്ങുന്ന മാതിരി കണ്ടു. ബാബ അബ്ദുള്ളയോട് ഒരു ദീപം കൊണ്ടുവരാനായി പറഞ്ഞു. അത് കൊണ്ടുവന്ന് നോക്കിയപ്പോൾ ഒരു സർപ്പം ചുരുണ്ട് കിടക്കുന്നതും അതിൻ്റെ തല മേലോട്ടും കീഴോട്ടും നീങ്ങുന്നതായും കണ്ടു. ഉടനെ ആ സർപ്പത്തെ അടിച്ചു കൊന്നു. അങ്ങനെ ബാബ തക്ക സമയത്ത് അമീറിൻ്റെ ജീവൻ രക്ഷിച്ചു. ഹേമന്ത് പന്ത്, തേളും സർപ്പവും. ബാബയുടെ ശുപാർശയിൽ കാക്കാ സാഹിബ് ഡിസ്കിറ്റ് ഏകനാഥ് മഹാരാജിൻ്റെ 2 കൃതികൾ ഭാഗവതം, ഭാവാർത്ഥ രാമായണം ദിവസേന വായിക്കുക പതിവായിരുന്നു. ഹേമന്ത് പന്ത് ഇതൊരു ഭാഗ്യമായി കരുതി. എന്തെന്നാൽ അദ്ദേഹം ഈ കഥകൾ വായിക്കുമ്പോൾ മറ്റുള്ളവരുടെ കൂടെ ഇരിക്കുകയായിരുന്നു. ഒരിക്കൽ രാമായണത്തിലെ ഒരു ഭാഗം വായിക്കുമ്പോൾ അമ്മയുടെ ആജ്ഞപ്രകാരം രാമൻ്റെ വലിയ മനസ്സിനെ ഹനുമാന്റെ പരീക്ഷകൾ മൂലം വായിക്കുകയായിരുന്നു. ശ്രോതാക്കളെല്ലാം അനങ്ങാതെ കേട്ടുകൊണ്ടിരുന്നു. ഹേമന്ത് പന്ത് ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു. ഒരു വലിയ തേൾ, ആരും അറിഞ്ഞില്ല എവിടെ നിന്നോ ഒരു വലിയ തേൾ ഹേമന്ത് പന്തിൻ്റെ വലത് തോളിലിട്ടിരുന്ന അംഗവസ്ത്രത്തിൽ ചാടിക്കേറിയിരിപ്പായി. ആദ്യം അതിനെ ആരും കണ്ടില്ല. കഥകൾ കേൾക്കുന്നവരെ ദൈവം രക്ഷിക്കും. ഹേമന്ത് പന്ത് വളരെ സാധാരണയായി തിരിഞ്ഞപ്പോൾ വലതു തോളിൽ തേളിനെ കണ്ടു. അത് നിശ്ചലമായി ഇരുന്നിരുന്നു. ദൈവാനുഗ്രഹത്താൽ ഹേമന്ത് പന്ത് ആരെയും ഉപദ്രവിക്കാതെ തൻ്റെ അംഗവസ്ത്രത്തിൻ്റെ 2 അറ്റവും ചേർത്ത് തോളിലിരുന്ന തേളിനെ പിടിച്ച് പൂന്തോട്ടത്തിലേക്ക് എറിഞ്ഞു. വേറൊരവസരത്തിൽ കാക്കാ സാഹിബ് വടയുടെ മുറിയിൽ ഇരിക്കുകയായിരുന്നു. സൂര്യാസ്തമയത്തിനു മുമ്പ് ഒരു സർപ്പം ജനല വഴി അകത്ത് കടന്ന് ചുരുണ്ട് കിടക്കുകയായിരുന്നു. ഒരു വിളക്ക് കൊണ്ടുവന്നു. വെളിച്ചത്തിൻ്റെ ഭ്രമത്തിൽ അതൊന്നും ഭയന്നുവെങ്കിൽ അനങ്ങാതെ തല ഉയർത്തിയും താഴ്ത്തിയും ഇരുന്നു. കുറുവടി, വടി തുടങ്ങിയവയുമായി ആളുകൾ ഓടിയെത്തി. വടി കൊണ്ടടിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക സ്ഥലത്തായിരുന്നു ഈ സർപ്പം കിടന്നിരുന്നത്. ആളുകളുടെ ആരവം കേട്ട് ഒരു ചെറുദ്വാരത്തിലൂടെ സർപ്പം പുറത്തേക്ക് പോയി. ഇതോടെ എല്ലാവരും ആശ്വസിച്ചു. ബാബയുടെ അഭിപ്രായം. മുക്തറാം എന്നൊരു ഭക്തൻ പിന്നീട് പറഞ്ഞു, "ആ സാധു ജന്തു രക്ഷപ്പെട്ടത് നന്നായി." ഹേമന്ത് പന്ത് അദ്ദേഹത്തോട് തർക്കിച്ചു. സർപ്പങ്ങളെ കൊല്ലാമെന്നും കൊല്ലരുതെന്നുമായിരുന്നു തർക്കവിഷയം. രാത്രിയായപ്പോൾ ആ സംഭാഷണം ഒരു തീരുമാനവുമില്ലാതെ നിന്നു. അടുത്ത ദിവസം ഈ ചോദ്യം ബാബയെ അറിയിച്ചു. അതിന് ബാബ ഒരുത്തരം പ്രകാരം നൽകി. ദൈവം എല്ലാ ജന്തുക്കളിലും വസ്തുക്കളിലും കുടികൊള്ളുന്നു. അത് തേളായാലും പാമ്പായാലും ശരി. അദ്ദേഹമാണ് എല്ലാറ്റിൻ്റെയും കർത്താവ്. മാത്രമല്ല എല്ലാ വസ്തുക്കളും തേളുകളും സർപ്പങ്ങളുമെല്ലാം അദ്ദേഹത്തെ അനുസരിക്കുന്നു. അദ്ദേഹം വിചാരിക്കാതെ ആർക്കും ഒന്നിനെയും ഉപദ്രവിക്കാൻ സാധ്യമല്ല. ഈ ലോകം മുഴുവൻ അദ്ദേഹത്തിലാണ് ഇരിക്കുന്നത്. ആരും സ്വതന്ത്രരല്ല. അതുകൊണ്ട് നമ്മൾ ജന്തുക്കളോട് ദയ കാണിച്ച് ഒന്നിനെയും കൊല്ലരുത്. ഭഗവാനാണ് എല്ലാറ്റിൻ്റെയും രക്ഷകർത്താവ്. ആമേൻ. ശ്രീ സായിനാഥന് നമസ്കാരം. എല്ലാവർക്കും നിർവൃതി ലഭിക്കട്ടെ.